സ്നേഹ സമ്പന്നരായ യാക്കോബായ സഹോദരങ്ങളെ, മറ്റ് സുഹൃത്തുക്കളെ, ഈ മുകളിൽ കിടക്കുന്ന പടത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? പ്രായമുള്ള കാരണവന്മാരൊക്കെ കണ്ണുപിടിക്കില്ലെങ്കിൽ കണ്ണട വെച്ചിട്ട് നോക്കണം. ഞാൻ ആരും ആക്ഷേപിച്ചു കളിയാക്കി ചേട്ടൻ തുടങ്ങിയപ്പോൾ തന്നെ കളിയാക്കോണേ ഏട്ടാ എന്ന് ചോദിക്കരുത്. അല്ല, എനിക്കിപ്പോൾ കണ്ണുപിടിക്കില്ല, ഞാൻ കണ്ണട വെച്ചാൽ നോക്കണതേ. അതുകൊണ്ട് എനിക്ക് പ്രായമായി, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് കണ്ണ് പിടിക്കില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ കണ്ണട എടുത്ത് വെച്ചിട്ട് അവനവൻ്റെ ഫോട്ടോയിൽ കിടക്കുന്നതാണ്, അത് നോക്കിയിട്ട് വേണ്ടത് ചെയ്താൽ മതി. അതിനൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. മുകളിൽ കിടക്കുന്ന ഫോട്ടോ എന്താണ്, ഏതാണ് എന്നൊന്ന് അന്വേഷിക്കണം. അതിന് വലിയ മുടക്കമുള്ള കാര്യങ്ങളൊന്നുമില്ല, നമ്മുടെ കാര്യമല്ലേ. അതിൻ്റെ അകത്ത് നമ്മുടെ ബാവാ തിരുമേനി അല്ലേ അതിൻ്റെ അകത്ത് നിൽക്കുന്നത്. എനിക്ക് കണ്ടുപിടിക്കാകുണ്ടെങ്കിൽ നിങ്ങൾ പറയണം, ചേട്ടന് കണ്ടുപിടിക്കില്ലെങ്കിൽ ചേട്ടൻ ആ കണ്ണാശുപത്രി പോ ചേട്ടാ എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് എനിക്കിപ്പോൾ അയച്ചു തന്ന ഒരു ഫോട്ടോയാണിത്. എന്താ ഇതിൻ്റെ അകത്ത് ഞാൻ മാറ്റർ പറയാം, എല്ലാവർക്കും ഒന്നും ഇതിൻ്റെ വസ്തുത എന്താണെന്ന് പിടികിട്ടി കാണില്ല. കാര്യം എന്താണെന്ന് ആൾക്കാർക്ക് അറിയണ്ടേ. ഇത് കടമറ്റത്തുള്ള ഏതോ ഒരു കാതോലിക്ക കക്ഷിക്കാരൻ്റെ റിസോർട്ടിൽ നടന്ന സംഭവം ആണ് ഈ നടക്കുന്നത്. ഈ മുകളിൽ പ്രസംഗിക്കുന്ന ആരാണെന്ന് അറിയാമോ? ഈ തിരുമേനി അല്ലാതെ റംബാച്ചനാണ്. എന്താണ്, റംബൂട്ടാനോ? അല്ല, റംബാച്ചൻ. റംബൂട്ടാൻ എന്ന് പറഞ്ഞൊരു പഴത്തിന്റെ പേരാട്ടോ മക്കളെ. റംബാച്ചൻ എന്ന് പറഞ്ഞ ആരാന്ന് മനസ്സിലായോ? മിസ്റ്റർ തോമസ് പോള്. ഞാൻ റംബാച്ചൻ എന്ന് പറയില്ല, അയാൾ കാതോലിക്ക കക്ഷിക്കാരൻ്റെ റംബാച്ചനാണ്. ഞാൻ യാക്കോബായക്കാരൻ്റെ ആളാണ്. യാക്കോബായക്കാരനെ അയാളെ റംബാച്ചൻ എന്ന് വിളിക്കാനുള്ള യാതൊരു ഇതുമില്ല. അയാൾ തെഡ്രസ് റംബൂട്ടാൻ എന്ന് മാത്രമേ വിളിക്കാൻ ഒക്കുള്ളൂ. ഈ മനുഷ്യൻ കൊടുത്തിരിക്കുന്ന, ഈ റംബാച്ചൻ കൊടുത്തിരിക്കുന്ന കേസിന്മേല് എൻ്റെ സഹോദരങ്ങളെ 3 ദിവസമായി പാവപ്പെട്ട ഞാൻ ഉൾപ്പെടെയുള്ള 3 ആൾക്കാർ കൊടുത്തിരിക്കുന്ന, എൻ്റെ ഭാര്യ കക്ഷിയായി ചേർന്നുകൊണ്ട് ഞാൻ ഉൾപ്പെടെ നടത്തുന്ന കേസിൽ എൻ്റെ പൊന്ന് സഹോദരങ്ങളെ 3 ദിവസമായി വാദം എറണാകുളം ഹൈക്കോടതി കേൾക്കുകയാണ്. അടുത്ത ആഴ്ചത്തേക്ക് ആ കേസ് മാറ്റിവെച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ഈ പരിപാടി. ഏത് പരിപാടി എനിക്ക് മനസ്സിലാകാഞ്ഞിട്ട് ചോദിച്ചതാ. ഇതിനൊക്കെ പറയേണ്ട വാക്കുകൾ, ഇതൊക്കെ വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ചങ്കിലിട്ട് കുത്തുന്ന പരിപാടിയാണ് സഹോദരങ്ങളെ. നിങ്ങൾ മനസ്സിലാക്കണം. ഞാനൊന്നും കൂടിയിട്ടല്ല ഇതിനൊക്കെ പറയേണ്ടത് ഞാനൊന്നും പറയണില്ല. പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വരുന്ന വാക്കുകളൊക്കെ മാറിപ്പോവും. അതുകൊണ്ടാണ് ഇപ്പം അത് പറയാത്തത്. നിങ്ങളെല്ലാവരും ഇതെന്താണെന്ന് വിളിച്ച് ചോദിക്കണം. ഇതിൻ്റെ ഉടമസ്ഥൻ, ഇതിൻ്റെ അകത്ത് നിൽക്കുന്ന കക്ഷിയോട് വിളിച്ച് ചോദിക്കും. നിങ്ങൾ ഇതെന്നെ കേൾക്കണത്. കോതമംഗലംകാരൻ ഒരു കുര്യാക്കോസ് എന്ന് പറഞ്ഞ ചേട്ടൻ അവിടെ കിടന്ന് കാറുണ്ട്. ഇതെന്നെ കേൾക്കണത്, ഇതെന്നെ ഇടപാടെന്നൊന്ന് ചോദിക്കുക. ഞാൻ എൻ്റെ വിഷമാണ് സഹോദരങ്ങളെ പറഞ്ഞത്. ഒരു ദിവസം കേസ് നടത്തണതിന് എത്ര രൂപ ചെലവ് വരുമെന്ന് നിങ്ങൾക്കറിയാമോ? ഞങ്ങൾ നടത്തുന്ന കേസുമേല് ചെറിയ പള്ളിക്ക് വേണ്ട സമ്പത്തുണ്ടായിട്ട് പോലും ആ പള്ളിയെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ പിള്ളേർക്ക് അരി മേടിക്കാൻ വെച്ചിരിക്കുന്ന കാശ് മുടക്കി ആണ് കേസ് നടത്തുന്നത്. ഇത്രയും നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. പള്ളിയിൽ നിന്ന് 1 രൂപ തരികയോ 1 രൂപയുടെ സാമ്പത്തിക സഹായമോ 1 രൂപയുടെ രേഖകളോ അവർ തന്നിട്ടില്ല. ആരാണ് കേസ് കൊടുത്തിരിക്കുന്നത്? ഈ മുകളിൽ പ്രസംഗിക്കുന്ന റംബാച്ചൻ. അദ്ദേഹത്തിന്റെ പേരെന്താണ്? തോമസ് പോള്. അദ്ദേഹത്തിന്റെ വീട്ടുപേരെന്താണ്? മാറാച്ചേരിൽ. തോമസ് പോൾ മാറാച്ചേരിൽ. അപ്പൊ നിങ്ങൾക്ക് ഒരു ഓർമ്മ കിട്ടി കാണും, നമ്മുടെ സഭയുടെ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ ഒരു MS അൽദോസ് മാറാച്ചേരിൽ ഉണ്ടല്ലോ, പുറംവാതിൽ കൂടി കയറി വന്നിട്ടുള്ളവൻ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ ആരെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് നോക്കിക്കേ. അത് ഇദ്ദേഹത്തിന്റെ അർത്ഥ സഹോദരനാണ്. സ്വന്തം അനുജിന്റെ മകനാണ്, സ്വന്തം കൊച്ചപ്പന്റെ മകൻ. ഇയാൾ ചേട്ടന്റെ മകൻ, മറ്റത് അനിയന്റെ മകൻ. അല്ലെങ്കിൽ MS അൽദോസ് ചേട്ടന്റെ മകൻ, ഇയാളെ അനിയന്റെ മകൻ. അതെങ്ങനെയാണെന്ന് എനിക്ക് വിവേചിച്ച് പറയാൻ പറ്റില്ല. ഏതായിരുന്നാലും രണ്ടും ഒരു വീട്ടിലെ പിള്ളേരാണ്. 2 പേരും ഒരു പുരയിടത്തിലാണ് താമസിക്കുന്നത്.
രണ്ടുപേരും ഒരേ സർവേ നമ്പറുള്ള ഒരപ്പൻ വീതിച്ചു കൊടുത്തിട്ടുള്ള പുരയിടത്തിലാണ് താമസിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾക്ക് ആർക്കും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ കൂടുതൽ കുത്തുകുഴി വരെ ഒന്ന് വന്നാൽ മതി. കുത്തുകുഴി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് കോതമംഗലത്തിനടുത്ത്. 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ അകലാണ് ഈ കുത്തുകുഴിയിലേക്കുള്ളൂ. നിങ്ങളൊന്ന് വാ, ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം. എൻ്റെ സ്വന്തം, നിങ്ങൾ കോതമംഗലം ടൗൺ വരെ വന്നാൽ മതി. എൻ്റെ സ്വന്തം വണ്ടിയിൽ അല്ലെങ്കിൽ ഞാൻ വാടകയ്ക്ക് എടുക്കുന്ന വണ്ടിയിൽ ഞാൻ കുത്തുകുഴി കൊണ്ടുപോയി നിങ്ങളെ കാണിച്ചു തരാം. ഞാൻ ഒരു വാക്ക് പോലും നുണ പറയില്ല. എനിക്ക് നുണ പറയാൻ കഴിയില്ല ഈ പ്രായത്തില്. എനിക്ക് ആരോടും ഒരു പകയില്ല. സഭ വിറ്റുകൊണ്ട് ആരെങ്കിലും മുന്നോട്ട് പോകാമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ യാക്കോബായക്കാരനെയും കിട്ടില്ല എന്ന് മാത്രമല്ല, ഒരു യാക്കോബായക്കാരൻ പോലും അങ്ങ് പോരാൻ തയ്യാറില്ല. അവനെല്ലാം സ്വന്തം പള്ളി വെച്ചിട്ടുണ്ട്. ചുമ്മാ കൈ കിടന്ന പിള്ളേർക്ക് അരി മേടിക്കാൻ വെച്ചിരിക്കുന്ന കാശ് കൊണ്ടേ പള്ളി പണിയിപ്പിക്കും. അവനവന്റെ പറമ്പിലുള്ള തേക്കുംതടിയും കോപ്പൊക്കെ വെട്ടിച്ച് പള്ളി പണിയിച്ചിട്ട് ഈ സൈസ് തേർഡ് റൈസ് ചെറ്റപ്പണി ചെയ്യരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ. അതിനെന്താ പറയേണ്ടത്? ഒരു വാക്യമുണ്ട്, ഞാൻ ആ വാക്യം അങ്ങ് വിട്ടുപോയി. അത് നേരെ ചൊവ്വ വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ പറയേണ്ടത് അത് തന്നെയാണ്. അല്ലാണ്ട് ഇപ്പൊ വേറെ എന്താ ഞാൻ ഇതിനെ പറയേണ്ടത്? അപ്പൊ ഇതെന്താണെന്ന് എല്ലാവരും ഒന്ന് ചോദിക്കണം. എല്ലാവരും മെസ്സേജ് ഇതിന്റെ താഴെ ഇഷ്ടം പോലെ ഇടുന്നുണ്ട്. ആരൊക്കെയോ ബെസ്റ്റ് എന്നോ ഒക്കെ ഇട്ടിട്ടുണ്ട്. ആരൊക്കെയാണെന്ന് ഞാൻ നോക്കിയിട്ടില്ല. അത് മാത്രം നിങ്ങൾ നോക്കിയാൽ പോരാ, കാര്യങ്ങൾ നിങ്ങൾ വിളിച്ച് ചോദിക്കണം. ഇതെന്താണ്? അല്ലെങ്കിൽ ആരോടെങ്കിലും ചോദിക്കുന്നേ, എന്താ ചോദിച്ചെന്ന് ഓർത്ത് എന്താ കുഴപ്പം? എന്താ കുഴപ്പം? അപ്പൊ എല്ലാവരും ഈ മെസ്സേജ് ഒന്ന് നോക്കിയിട്ട് ഇതിന് ശരിയായ രീതിയിലുള്ള ഒരു നിർദ്ദേശം നിങ്ങൾ തന്നെ പറയണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മെസ്സേജ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. കുര്യാക്കോസ് മണ്ണാപറമ്പിൽ, കോതമംഗലം മിസ്റ്റർ മർത്തോമ ചെറിയപള്ളി ഇടവക്കാരൻ. വിഷമം കൊണ്ട് പറഞ്ഞാട്ടോ. ഓക്കെ.